ഇത് ഓർത്ത് വയ്ക്കണേ നിങ്ങൾ. അയ്യപ്പസ്വാമി എന്നതിന് ശരിക്ക് ആ അയ്യപ്പസ്വാമീൻ്റെ അതിനെ വിളിക്കുന്ന ധർമ്മശാസ്താവ് എന്നാണ്. എന്താണ് അത് നമ്മൾ മനസ്സിലാക്കണം. സ്വാമി അയ്യപ്പോ എന്നൊക്കെ നിങ്ങൾ പറയെങ്കിലും ധർമ്മശാസ്താവ് എന്നാണ്. ധർമ്മശാസ്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം ധർമ്മം ശാസിക്കുന്നവൻ അർത്ഥം. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഈ അയ്യപ്പസ്വാമി എന്നുള്ളത് പലരും ഏത് രീതിയിലാണ് മനസ്സിലാക്കി എനിക്ക് അറിയില്ല. പലർക്കും പല വേർഷൻ ഉണ്ടാവുക. ഞാൻ ഇതിനെക്കുറിച്ച് പന്തളം കൊട്ടാരത്തിലെ ആളുകളോടൊക്കെ സംസാരിക്കുകയുണ്ടായിട്ടുണ്ട് എന്താണ് കാര്യം എന്നറിയാം. അപ്പോൾ അവരൊക്കെ പറയുന്നത് റെക്കോർഡ് എനിക്ക് കാണിച്ചത് ധർമ്മശാസ്ത്ര ക്ഷേത്രം എന്നാണ്. പണ്ട് കാലം മുതൽ തന്നെ ഈ ശബരിമല തപോഭൂമിയായിരുന്നു. അതുകൊണ്ട് രാമായണത്തിൽ നിങ്ങൾക്ക് കാണാം ശബരി തപസ്സീത ഭൂമി അങ്ങനെയായിരിക്കണം ഒരു പക്ഷേ ആ സ്ഥലത്തിന് രാമായണത്തിൽ പറയുന്നുമുണ്ട് പമ്പയുടെ തീരത്ത് രാമൻ വന്നതും ഉണ്ടല്ലോ. ഈ കഥകളൊക്കെ നോക്കുമ്പോൾ ഹിസ്റ്റോറിക്കലി നോക്കുമ്പോൾ വളരെ കണക്ഷൻ ഉണ്ട് ആ സ്ഥലത്ത്. അപ്പം പണ്ട് കാലത്ത് തന്നെ അവിടെ തപോഭൂമിയായിരുന്നു. ശബരിയുടെ ഗുരുക്കന്മാർ തന്നെ അവിടെ സമാധിയായിട്ടുണ്ട്. അനവധി മഹർഷിമാർ തപസ് ചെയ്ത് തപോഭൂമിയായ അവിടെ ഏതോ ഒരു മഹാനായ ഗുരു സമാധിയായ സ്ഥലത്ത് പിൽക്കാലത്ത് മണികണ്ഠൻ എന്ന് പറയുന്ന ഒരു ആളുകൾ ആരാധിക്കുന്ന ഒരു വേറൊരു തപോനിധി വന്ന് അവിടെ തപസ് ചെയ്ത് അവിടെ നിർലീനമായി ഇതാവണം. അത് വിഗ്രഹത്തിലേക്ക് നിർലീനമായി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ശാസ്ത്രത്തിന് നിരക്കില്ല. കാരണം ഭാരതത്തെ സംബന്ധിച്ച് മനസ്സ് പരമാത്മാവിലേക്ക് ലയിച്ചു പോയാൽ പിന്നെ അവിടെ വിഗ്രഹവുമില്ല, ഒന്നുമില്ല. അപ്പോൾ നമ്മുടെ മഹർഷിമാരൊക്കെ തപസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഒരു തപസ്സിൻ്റെയൊക്കെ പ്രതീകമായി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പല മഹാന്മാരും സമാധിയായി ശിവൻ്റെ വിഗ്രഹം വെക്കുന്നത്, ശിവലിംഗം വെക്കുന്നത് ഉണ്ടോ ഇല്ലയോ? ഇപ്പോഴും ഉണ്ടല്ലോ ഇതൊക്കെ. അപ്പം അതുപോലെ ഒരു പക്ഷേ അവിടെ ഒരു തപസ് ചെയ്ത ഒരാളുടെ ഒരു കുട്ടിയുടെ ചിത്രമായിരിക്കണം ഈ ധ്യാനനിരതമായിരിക്കുന്ന ചിത്രം. അപ്പോൾ അത് ധർമ്മശാസ്താവ് എന്നുള്ള പേരിൽ ആ വിഗ്രഹം അറിയപ്പെട്ടു. ആ ധർമ്മശാസ്താവ് എന്താണ് പറയുന്നത്? ധർമ്മത്തെ ശാസിക്കുന്നു. ധർമ്മം എന്നുള്ളതിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന്, ധർമ്മം എന്ന് പറഞ്ഞാൽ നാം നേടേണ്ടത്, നമ്മുടെ കൈവരിക്കേണ്ടത്. രണ്ടാമത്തത് അത് എങ്ങനെ കൈവരിക്കണം എന്നുള്ളത്. ഇപ്പം രണ്ട് കാര്യങ്ങളാണ് ധർമ്മം. ഒന്ന്, ധർമ്മം എന്ന് പറഞ്ഞാൽ ധരിക്കേണ്ടത്. ധരിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം നേടേണ്ടത്. രണ്ടാമത്തത് അത് നേടാൻ എന്ത് കടമ എന്ന് പറഞ്ഞാൽ ധർമ്മം എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ കടമ നമ്മൾ പറയാറില്ലേ, നിങ്ങളുടെ ധർമ്മമാണ്, നിങ്ങളുടെ കടമയാണ്, ഉത്തരവാദിത്വമാണ്. അപ്പം അതെങ്ങനെ നേടാം എന്നുള്ളത്. അപ്പം ഇങ്ങനെയായിരിക്കണം ശബരിമലയിൽ സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടും. അപ്പം സ്വാമിയെ കാണുന്നത് 41 ദിവസത്തെ വ്രതം വേണം. അപ്പം 41 ദിവസം വ്രതം കഴിഞ്ഞ് അവിടെ എത്തിയാൽ സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടുന്നുള്ള ഒരു 18 പടി കയറി ചെല്ലുന്ന ഒരു സംസ്കാരം. അപ്പം അതിന് അയ്യപ്പസ്വാമി അല്ലെങ്കിൽ ആ ഒരു ധർമ്മശാസ്താവ് എന്ത് നേടണം എന്ന് ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന ഒരു മുദ്രയാണ് ചിന്മുദ്ര. അപ്പം അയ്യപ്പസ്വാമിയുടെ കൈകൾ ഇങ്ങനെയാണ്. പലരും കരുതിയിരിക്കുന്നത് എന്തോ വലിക്കാനുള്ള പൊടിയെടുക്കുന്നത് പോലെയാണ്. പലരും ഇതൊന്നും മനസ്സിലാക്കിയില്ലേ. ഇങ്ങനെ മുദ്ര വെച്ച് കഴിഞ്ഞാൽ ഈ മുദ്രയുടെ പേര് ചിന്മുദ്ര. നമ്മുടെ ഭാരതത്തിലുണ്ടല്ലോ മുദ്രയിലൂടെ സംസാരിക്കാൻ കഴിവുള്ള ആളുകളുണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട് ആളുകൾ. ഇപ്പം നമ്മുടെ കുട്ടികളൊക്കെ മുദ്രയിലൂടെ സംസാരിക്കില്ലേ? സ്കൂൾ കുട്ടികളൊക്കെ മുദ്രയിലൂടെ സംസാരിക്കും. ഇങ്ങനെ ഒരു വിരൽ വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ ഇങ്ങനെ വിരൽ വെച്ച് കഴിഞ്ഞാൽ ബാത്റൂം മുദ്രയാണത്. അപ്പോൾ ടീച്ചർ പോകാൻ പറയും. നിങ്ങൾ മുദ്ര കാണിക്കാറില്ലേ കുട്ടികളോട്? ഞാനൊരു വീട്ടിൽ പൂനെയിലാണ് തോന്നുന്നു, വൈകുന്നേരം എന്തോ നമ്മൾ കുറേ ആളുകളൊക്കെ ആ വീട്ടിൽ ചെന്ന് അവിടെ എന്തോ ഒരു ഫങ്ഷൻ. അപ്പോൾ അവർ കുറേ പലഹാരങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്, ലഡു. അപ്പോൾ അവരുടെ ഒരു മകൻ, ഒരു 4 വയസ്സുള്ള മകൻ, അവനിങ്ങനെ ഈ ലഡുവിലേക്ക് നോക്കിക്കൊണ്ട് ഇങ്ങനെ കൊതി കാണിക്കുന്നുണ്ട്. അപ്പം അമ്മ മുദ്ര പോടാകത്തേക്ക് പോടാകത്ത്. അപ്പം അവനും നോക്കില്ല, അതുകൊണ്ട് അവൻ ഇടും. ഈ മുദ്രകളൊക്കെ നിങ്ങൾ കാണിക്കില്ലേ? ഉണ്ടോ ഇല്ലയോ? വീട്ടിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തെല്ലാം മുദ്ര. വീട്ടിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഇല്ലാണ്ടിരിക്കും മനുഷ്യ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെല്ലാം മുദ്ര. ഈ മുദ്രയെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരിക, പണ്ട് ഏറ്റവും രസകരമായൊരു കഥ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ പട്ടത്താനെന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയുണ്ട് പണ്ട് സാമൂതിരി രാജാവിൻ്റെ കാലഘട്ടത്തിൽ.
വലിയ വലിയ പണ്ഡിതന്മാരെ കൊണ്ടുവന്ന് അവർ ചർച്ച ചെയ്യും. അപ്പോൾ ഒരിക്കൽ ഈ തമിഴ്നാട്ടിൽ വലിയ പണ്ഡിതന്മാരുണ്ടായിരുന്നു പണ്ട്. അപ്പോൾ ഒരു ശാസ്ത്രി വന്നു. അദ്ദേഹം മുദ്രാശാസ്ത്രത്തിൽ പാണ്ഡിത്യം നേടിയാണ്. ഇദ്ദേഹം രാജാവിനെ വെല്ലുവിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങളുടെ നാട്ടിൽ മുദ്രാശാസ്ത്രം അറിയുന്ന ഒരുത്തനുണ്ടെങ്കിൽ എന്നെ തോൽപ്പിച്ചാൽ എൻ്റെ കഴുത്തിൽ കിടക്കുന്ന ഈ വീരശൃംഖലയും അതുപോലെ എല്ലാ സമ്മാനവും ഞാൻ കൊടുത്ത് കാൽക്കൽ വീണ് നമസ്കരിക്കും. അതല്ലെങ്കിൽ എനിക്ക് പട്ടും വളയും തന്ന് അങ്ങ് എന്നെ ഉറക്കെ പ്രഖ്യാപിക്കണം രാജ്യം മുഴുവൻ ലോകത്തിലെ ഏറ്റവും വലിയ മുദ്രാശാസ്ത്രം എന്താ പറയുക ശാസ്ത്രപണ്ഡിതനാണ് ഞാൻ. രാജാവിന് ഒരു വല്ലാത്തൊരു വിചാരം, എൻ്റെ രാജ്യത്തിൽ ആരും ഉണ്ടാവില്ല ഇദ്ദേഹത്തിനോട് മത്സരിക്കാൻ. പരസ്യങ്ങളൊക്കെ കൊടുത്ത് ഓരോ മുദ്രാശാസ്ത്രജ്ഞ എന്താ പറയുക പണ്ഡിതനും കിട്ടാനില്ല. മന്ത്രിയോട് പറഞ്ഞു, മന്ത്രി 2 ദിവസം കൂടിയുള്ളൂ, നാളെയും കൊണ്ട് ഒരാളെ കിട്ടിയിട്ടില്ലെങ്കിൽ അങ്ങ് പിന്നെ പ്രധാനമന്ത്രിയായിട്ട് ഈ രാജ്യത്തിലിരിക്കില്ല, എനിക്ക് അഭിമാന പ്രശ്നമാണിത്. മന്ത്രിക്ക് ഉറക്കം പോയി. മന്ത്രി ഉറങ്ങാതിരിക്കുമ്പോൾ ഭാര്യ ചോദിച്ചു, എന്താ ചേട്ടാ ഉറങ്ങാത്തതെന്ന്. എന്താ മന്ത്രി സാറേ ഉറങ്ങാത്തത്? അപ്പം പറഞ്ഞു, എടീ നമുക്കൊരു മുദ്ര അറിയുന്ന ഒരുത്തനെ കിട്ടണമല്ലോ. ഉടനെ ഭാര്യ പറഞ്ഞു, മുദ്ര അറിയുന്ന ഒരാളാണെങ്കിൽ അപ്പുറത്തുള്ള രാമൻ നായർ മതിയല്ലോ. രാമൻ നായരോ? അയാൾ കള്ളു കുടിച്ച് നടക്കുന്ന ആൾ. കള്ളു കുടിച്ചിട്ട് അയാൾ എന്തെല്ലാം മുദ്രകളാണ് കാണിക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക്. മന്ത്രിക്ക് തോന്നി ഈ രാമൻ നായരെ കൊണ്ടുപോയാൽ എന്തായിരിക്കും. രാമൻ നായർ ഫുൾ ടൈം രാവിലെ തുടങ്ങും ടാങ്ക്, പിന്നെ പല മുദ്രകളും ആംഗ്യങ്ങളും കേട്ട് നടക്കുന്ന ആളാണ്. ഇദ്ദേഹത്തിനെ പിറ്റേ ദിവസം കുളിപ്പിച്ചില്ല. കഷണ്ടി മുടിയൊക്കെ ഒരു പ്രത്യേക രീതിയിൽ ശാസ്ത്രിമാരെ പോലെയൊക്കെ കുടുമയൊക്കെ വെച്ച് കട്ട് ചെയ്ത് ബാക്കിയൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് പഴനിയിൽ നിന്ന് കിട്ടുമല്ലോ മുടി, അതൊക്കെ വാങ്ങിച്ച് ഫിറ്റ് ചെയ്ത് ഇയാളെ ഒരു ശാസ്ത്രിയാക്കി കൊണ്ടു നിർത്തി. പറഞ്ഞു, ചതിക്കല്ലേ രാമൻ നായരെ, പേര് രാമശാസ്ത്രി എന്നൊക്കെ പേര് കൊടുത്ത് കണ്ണിലൊരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് കൊടുത്ത്. കാരണം കണ്ണ് കണ്ട കുടിയൻ്റെ കണ്ണാണേ. അതൊക്കെ കാണാത്ത വിധത്തിൽ ഭസ്മൊക്കെ പൂശിക്കൊണ്ടിരുത്തി. ഈ മഹാപണ്ഡിതൻ വന്നു. പണ്ഡിതനെ കണ്ടാൽ തന്നെ നമസ്കരിക്കുക, അത്ര ശ്രേഷ്ഠ. രാജാവ് അവിടെ ഇരിക്കുന്നു. 2 പണ്ഡിതന്മാരും തർക്കം തുടങ്ങി. നമ്മുടെ പരദേശി പണ്ഡിതനാണ് ആദ്യം തുടങ്ങിയത്. അദ്ദേഹം ഒരു വിരൽ ഉയർത്തി. ഇനി നമ്മുടെ രാമൻ ശാസ്ത്രികൾ ഉത്തരം പറയണം. രാമശാസ്ത്രി അയാൾ ഒരു വിരൽ ഉയർത്തിയത് കണ്ടത് 2 വിരൽ ഉയർത്തി. ചിന്തിക്കാൻ പോലും അയാൾക്ക് ആവശ്യമില്ല. ഉടനെ തന്നെ പരദേശി ബ്രാഹ്മണൻ ഹരേ വാ വാ ഒക്കെ പറഞ്ഞ് സബാഷ് സബാഷ് ബലേ ബേഷ് എന്നൊക്കെ പറഞ്ഞ് ആലോചിച്ചിട്ട് 3 വിരൽ ഉയർത്തി. ഉയർത്തേണ്ട താമസം നമ്മുടെ രാമൻ നായർ 4 വിരൽ ഉയർത്തി. അയാൾക്ക് ആലോചിക്കുന്ന പ്രശ്നമില്ല. എന്തോ രാജാവിന് ഭയങ്കര ആഗ്രഹം. രാജാവിന് മനസ്സിലായി ഇത് വേറെ അപകടമാണ് തോന്നുന്നു. കാരണം ഒട്ടും ആലോചിക്കാതെ 4ാമത്തെ വിരലൊക്കെ ഉയർത്തുന്നു. പരദേശി ബ്രാഹ്മണൻ പറഞ്ഞു ബലേ ബേഷ് എന്നൊക്കെ പറഞ്ഞ് ആലോചിച്ചിട്ട് 5 വിരൽ ഉയർത്തി. അത് കഴിഞ്ഞ് രാമശാസ്ത്രി ഒരു വട്ടം വരച്ച് വിരലുകൊണ്ട് ഒന്നും വെച്ച് അതിൽ വീണുപോയി പരദേശി ശാസ്ത്രി. അദ്ദേഹം നമസ്കരിച്ചു, കാൽക്കൽ വീണിട്ട് വീരശൃംഖലയൊക്കെ കൊടുത്ത് രാജാവിനോട് പറഞ്ഞു, സമ്മതിച്ചു, നിങ്ങളുടെ പണ്ഡിതനെ പോലെ ലോകത്തിലൊരു പണ്ഡിതല്ല. രാജാവിന് വളരെ സന്തോഷമായി, എൻ്റെ നാട്ടിൽ ഇത്ര വലിയൊരു പണ്ഡിതനുണ്ടല്ലോ. ഇവർ തമ്മിൽ എന്താ പറഞ്ഞത് പറയില്ലല്ലോ. രാജാവ് ചോദിച്ചു, ശാസ്ത്രികൾ എന്താ പറഞ്ഞത്? അപ്പോൾ ശാസ്ത്രി പറഞ്ഞു, ഞങ്ങൾ എന്താ പറഞ്ഞത് വെച്ചാൽ ഞാൻ ഇയാളോട് പറയുന്നു, ഈശ്വരൻ ഏകമേവ ബ്രഹ്മമേവ എന്ന് പറഞ്ഞപ്പോൾ ഇവൻ പറയാണ് ജീവാത്മാ പരമാത്മാ ഏതി. ഇതൊന്നും രാമശാസ്ത്രി പറയല്ല, മറ്റേ ശാസ്ത്രി ചിന്തിച്ചിട്ട് പറയാണ് ഇയാൾ എങ്ങനെയായിരിക്കും പറയണ്ടാവും. അപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞു, ത്രിമൂർത്തി സങ്കല്പം ഉണ്ടല്ലോ, ബ്രഹ്മാവിഷ്ണു മഹേഷ്. അപ്പം നിങ്ങളുടെ രാമശാസ്ത്രി പറയാണ് വേദോ ചതുർവിധ, 4 എണ്ണം ഉണ്ടല്ലോ. അപ്പം ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു പഞ്ചമവേദ മഹാഭാരതം ഉച്യതേ. അപ്പോൾ അദ്ദേഹം ഒരു വട്ടവും വരച്ചു, ഒരു വിരലും കാണിച്ചു. അതെനിക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് ഞാൻ നമസ്കരിച്ചു. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ രാമശാസ്ത്രിയോട് ചോദിച്ചു, അങ്ങെന്താ പറഞ്ഞത് എന്ന്. അപ്പോൾ പറഞ്ഞു, ഈ ദേശി കേൾക്കാൻ പാടില്ല ഞാൻ പറഞ്ഞത് രാജൻ, ഇത് രഹസ്യമാണ്, എൻ്റെ പാണ്ഡിത്യം ഞാൻ ആർക്കും പറഞ്ഞു കൊടുക്കില്ല. രാജാവ് ശാസ്ത്രികളെ മാറ്റി ഇയാളോട് ചോദിച്ചു എന്താ പറഞ്ഞത്. ഞാൻ വിചാരിച്ചു അയാൾ ഒരു കുപ്പി കഴിക്കുന്നത്. ഞാൻ പറഞ്ഞു 2 എണ്ണം കഴിക്കും. ഇയാൾക്ക് ആലോചിക്കില്ല, ഇയാൾക്ക് തന്നെ. അപ്പം അയാൾ പറയും 3 കഴിക്കും. ഞാൻ പറഞ്ഞു 4 കഴിക്കുന്നു. അപ്പം അയാൾ പറഞ്ഞു 5 കഴിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഒരു പപ്പടം കൂടി കിട്ടിയാൽ 1 കൂടി കഴിക്കും. ഈ പപ്പടം
രാജാവ് ഇതാ കിടക്കണു. ഇതാണ് മുദ്ര. പറഞ്ഞുകൊണ്ട് ഇതുപോലെയാണ്. അപ്പോൾ അയ്യപ്പസ്വാമിയുടെ മുദ്ര അല്ലെങ്കിൽ ധർമ്മശാസ്താവിൻ്റെ മുദ്ര ചിന്മുദ്ര പറയും. അതായത് നമ്മുടെ വിരലുകൾക്കൊക്കെ നമ്മുടെ ശരീരത്തെ പ്രതിനിധാനം ചെയ്യുന്നു, പ്രതീകാത്മകമാക്കുന്നു. ചെറിയ വിരൽ ശരീരത്തെയും, രണ്ടാമത്തെ മോതിര വിരൽ മനസ്സിനെയും, മൂന്നാമത്തെ വിരൽ ബുദ്ധിയെയും, നാലാമത്തെ വിരൽ സ്വഭാവത്തെയും, അഞ്ചാമത്തെ വിരൽ ഈശ്വര ചൈതന്യത്തെയും. ഇതൊക്കെയാണ് ശരീരം, മനസ്സ്. അതുകൊണ്ടാണ് കല്യാണ സമയത്ത് നിങ്ങൾ മോതിരം അണിയുന്നത്. മോതിര വിരൽ എന്ന് ഇതിനെ വിളിക്കാൻ കാരണം വിവാഹം മനസ്സും തമ്മിലുള്ള പൊരുത്തമാണ്. ആണോ? മനസ്സുമായിട്ടുള്ള കൂടിച്ചേരലാണ്. മൂന്നാമത്തത് ബുദ്ധി. ഏറ്റവും വലിയ വിരൽ ബുദ്ധി, നമ്മുടെ ഏറ്റവും വലിയ ഫാക്കൽറ്റിയാണ് ബുദ്ധി. നാലാമത്തതാണ് ഞാനെന്ന സ്വഭാവം. എപ്പോഴൊക്കെ ഞാനെന്ന ഭാവം വരുമോ അപ്പോഴൊക്കെ നമ്മൾ ഉയർത്തുന്ന വിരൽ ഏതാണ്? ചൂണ്ടുവിരൽ. തള്ളവിരൽ ഈശ്വരൻ്റെ, പരമാത്മാവിൻ്റെ, സത്യത്തിൻ്റെ, ശക്തിയുടെ പ്രതീകം. അപ്പോൾ വിരൽ ചൂട്ടി രണ്ടും കൂടി കൂടിച്ചേർന്നാൽ ഞാനെന്ന ഭാവം അത് പരമാത്മാവിലേക്ക് ചേർത്തുകൊണ്ട് പൂർണ്ണത നേടുന്ന ഭാവമാണ്. മനസ്സിലായില്ലേ? നാരായണായേതി പറയൂ, സമർപ്പയാമി. ഒരു നിമിഷം നാം നമ്മളെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ തന്നെ അങ്ങോട്ട് അർപ്പിക്കുന്നു. ഈ അർപ്പിക്കുന്നു എന്നുള്ള വാക്കുണ്ടല്ലോ, അത് വളരെ ശ്രദ്ധിക്കണം. അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ അല്പനേരം ചിന്തകളില്ലാതെ ഇരിക്കാൻ പറ്റുക, എല്ലാ ചിന്തകളും വിട്ടിരിക്കുക. ചിന്തകൾ ഇല്ലാതിരിക്കുമ്പോൾ നിങ്ങൾ പരമാത്മാവും, ചിന്തകളോടുകൂടി ഇരിക്കുമ്പോൾ നിങ്ങൾ ജീവാത്മാവുമാണ്. ചിന്തകൾ ഇല്ലാതിരിക്കുന്നത്, അപ്പോൾ ചോദിക്കും ചിന്തകൾ ഇല്ലാതിരിക്കാൻ പറ്റുമോ? ചിന്തകൾ ഇല്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ ചിന്തിക്കാതിരിക്കുക എന്നല്ല, ചിന്തകൾ ഇല്ലാത്തൊരു അവസ്ഥയാണ് പൂർണ്ണ ബോധാവസ്ഥ എന്ന ബോധത്തോടുകൂടി ഇരിക്കുക. അതായത് ബോധമുള്ളൊരു മനസ്സിലാണ് ചിന്തകൾ വരുന്നത്. ആ ബോധമുള്ള ഒരു മനസ്സ്, അതിൽ ചിന്തകൾ വരുന്നു എന്ന ഒരു ബോധം നിങ്ങൾക്കുണ്ടെങ്കിൽ ചിന്തകൾക്കല്ല ശക്തി, ചിന്തകളേക്കാൾ ശക്തി അത് കടന്നു പോകുന്ന പറയൂ ബോധശക്തിക്കാണെങ്കിൽ മനസ്സിലാവുണ്ടോ? ചിന്തകളെ വിടാനുള്ള കഴിവ് നിങ്ങൾ നേടും. നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്നതൊക്കെ ചിന്തകളാണ്. അപ്പം ചിന്തകളെ വിടാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരു ചിന്തകൾക്കും നിങ്ങളെ മാനസികമായി തളർത്താൻ സാധ്യല്ല. അതാണ് കുറച്ചു നേരം ഭഗവാൻ പറയും ഗീതയിൽ മനോഹരമായി 6-ാം അധ്യായത്തിൽ 22, 23 ശ്ലോകങ്ങളാണ്. 18 അല്ല 25 ശനൈ ശനൈരുപരമേത ബുദ്ധ്യാധൃതി ഗൃഹീതയാ 25 ശനൈ. ഇത് പഠിക്കണേ ഈ ശ്ലോകം. ശനൈ ശനൈരുപരമേത ബുദ്ധ്യാധൃതി ഗൃഹീതയാ ആത്മസംസ്തംഭന കൃത്വാ ന കിഞ്ചിദപി ചിന്തയേ. ശനൈ ശനൈ, ദിവസവും കുറച്ചു നേരം. ഈ ശനൈ ശനൈ എന്നുള്ള വാക്കുണ്ടല്ലോ, ശനിയാഴ്ച എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. ശനൈ ശനൈ എന്ന് പറഞ്ഞാൽ കുറച്ചു നേരം. ഇതെന്നാണ് അറബി വേർഡ് ശുവ എന്ന് പറയുന്നത്. അവരിത് തന്നെയാണ് പതുക്കെ പതുക്കെ. ഈ പല വാക്കുകളും സംസ്കൃതത്തിൽ നിന്നാണ് പല ലാംഗ്വേജിലേക്കും പോയിട്ടുള്ളത്. അപ്പോൾ കുറച്ചു നേരം ഇരുന്ന് നിവർന്നിരുന്ന് അല്പനേരം കണ്ണുകളടച്ച് ധ്യാനം ചെയ്ത് കിഞ്ചിതപി ചിന്തയെ, മറ്റൊന്നും ചിന്തിക്കാതിരിക്കുക. ചിന്തിക്കാതിരിക്കുക എന്ന് പറയുന്നത് അർത്ഥമാക്കേണ്ടത് ചിന്തിക്കാതിരിക്കുമ്പോൾ നിങ്ങൾ ബോധമനസ്സും ചിന്തിക്കുമ്പോൾ നിങ്ങൾ ചിന്താ മനസ്സുമാണ്. ഈ ബോധമനസ്സിലാണ് എന്ത് കടന്നു പോകുന്നത്? ചിന്തിക്കാതിരിക്കുമ്പോൾ ഒരു ബോധമനസ്സ്, ആ ബോധമനസ്സിലാണ് ചിന്തകൾ കടന്നു പോകുന്നതെങ്കിൽ ചിന്തകളേക്കാൾ ശക്തി അത് കടന്നു പോകുന്ന പറയൂ ഒരു ബോധമനസ്സിനുണ്ട്. ഉണ്ടെങ്കിൽ ബോധമനസ്സിൻ്റെ ശക്തി കൂടുന്തോറും ചിന്തകളിൽ നിന്ന് നിങ്ങൾക്ക് പുറത്ത് കടക്കാനുള്ള ശക്തി കൂടും. ഇതാണ് ദിവസവും നമ്മൾ പരിശീലിക്കുമ്പോണ്ടല്ലോ, ഒരു ചിന്തകൾക്കും നിങ്ങളെ അലട്ടാൻ പറ്റില്ല.
നിങ്ങളത് പരിശീലിക്കാത്തത് കൊണ്ടാണ്, ചിന്താമനസ്സിലിരുന്ന് ജീവിക്കുന്നത് കൊണ്ടാണ് ഉറങ്ങാൻ കിടക്കുമ്പോൾ ചിന്തകൾ നിങ്ങളെ വിടാത്തത്. ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ചിന്തകൾ നിങ്ങളെ അലട്ടുന്നത്. അപ്പം അത് വിടാൻ നിങ്ങൾക്കൊരു കഴിവുണ്ട്. അത് വിടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ചിന്തകൾക്ക് നിങ്ങളെ അലട്ടാൻ സാധ്യമല്ല. ചിന്തകൾ അലട്ടും തോറും നിങ്ങൾ രോഗികളാണ്. ചിന്തകൾ വിടും തോറും നിങ്ങൾ ശക്തിയുള്ളവരാണ്. അപ്പം അതുകൊണ്ടാണ് ഭഗവാൻ ദിവസവും കുറച്ചു നേരം ഇരുന്ന് ധ്യാനം പരിശീലിക്കുമെന്ന്. ഇപ്രകാരം ഇവിടെ ധർമ്മശാസ്താവ് ചിന്മുദ്രയാങ്കിതമായി പറയുന്നു, നിങ്ങൾ പരമാത്മാവിലേക്ക് ലയിച്ചു ചേരണം. അപ്പോൾ നിങ്ങൾക്ക് അഭയം കൈവരിക്കാം. രണ്ടാമത്തെ ഒരു കൈ ഉണ്ടല്ലോ, ശരിക്കും ഒറിജിനൽ അയ്യപ്പസ്വാമിയുടെ കൈ അഭയമുദ്രയായിരുന്നു. പിന്നീടാണ് കൈ ഇങ്ങനെ താഴ്ത്തുന്നതായത്. കാരണം ഈ 1913 നമ്മുടെ ക്ഷേത്രം, ഈ ശബരിമല ക്ഷേത്രം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി നശിപ്പിച്ചു കളഞ്ഞു. അത് തീ വെച്ച് കളഞ്ഞു. അപ്പം അന്നത്തെ വിഗ്രഹം നഷ്ടപ്പെട്ടു പോയി. പിന്നീട് തിരുവിതാംകൂർ കൊട്ടാരത്തിലെ ഒരു ചിത്രം നോക്കിയിട്ട്, ആരോ വരച്ചൊരു ചിത്രം നോക്കിയിട്ടാണ് ഇപ്പോഴത്തെ വിഗ്രഹം പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഒറിജിനൽ വിഗ്രഹം അല്ല എന്ന് പറയുന്നത്. അത് നശിപ്പിക്കുക. അത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ആ കാലഘട്ടത്തിൽ മതപരിവർത്തനത്തിൻ്റെ ഭാഗമായി ഒരുപാട് നാശനഷ്ടങ്ങൾ അവിടേക്ക് വരുത്തിയിരുന്നു. അതിനുശേഷമാണ് ഈ ഒരു ക്ഷേത്രം, ഇന്ന് നിങ്ങൾ കാണുന്ന ശബരിമല ക്ഷേത്രം. ഞാൻ ഒരിക്കൽ തിരുവിതാംകൂർ കൊട്ടാരത്തിൽ പോയപ്പോൾ അതിൻ്റെ ഫുൾ ഹിസ്റ്ററി, ശബരിമലയുടെ ഹിസ്റ്ററി രാജാവ് പറയുന്നു. ഇങ്ങനെയൊക്കെയായിരുന്നു. അതിൽ ഒരുപക്ഷെ നിങ്ങളൊന്നും ജീവിതത്തിൽ കാണാത്ത ഫോട്ടോസൊക്കെ അദ്ദേഹം എനിക്ക് തന്നിട്ടുണ്ട്. 1913 ഫോട്ടോ, ശബരിമല അന്നത്തെ ഫോട്ടോ. ചിന്തിക്കാൻ പോലും പറ്റില്ല അത് ശബരിമല ആയിരുന്നു എന്നുള്ളത്. അപ്പോൾ പറഞ്ഞു വരുന്നത്, നമ്മൾ ഒരു വിഗ്രഹത്തെ കാണാനല്ല അവിടെ പോകുന്നത് ഒരു സന്ദേശം ഉൾക്കൊള്ളാനാണ്. മനസ്സിനെ ആരിലേക്ക് ഉയർത്തണം? അപ്പോൾ നിങ്ങൾ അഭയം കൈവരിക്കും. ആ പരമാത്മാവിലേക്ക് ഉയർത്താനാണ് 18 പടികൾ. ഈ 18 പടികൾ സാംഖ്യയോഗത്തിൻ്റെ സിദ്ധാന്തമാണ്. 18 എന്നതിന് 5 പഞ്ചഭൂത ശരീരം, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി, അഹങ്കാരം. അഹങ്കാരത്തിൻ്റെ പ്രതീകമായി നാളികേരം കൊണ്ടുപോകുന്നു, അത് ഉടയ്ക്കുന്നു. അതിലെ നെയ്യ് എന്നത് മനസ്സിൻ്റെ പ്രതീകവും, ആ മനസ്സ് വിഗ്രഹത്തിൽ ചേർക്കുമ്പോൾ മനസ്സും പരമാത്മാവും ജീവാത്മാവും പരമാത്മാവും ഒന്നാകുന്നു. അതാണ് തത്വമസി. അങ്ങനെയാണ് ആ ചിട്ടപ്പെടുത്തിയിട്ടതെല്ലാം. മനസ്സിലാവുണ്ട് നിങ്ങൾക്ക്? അപ്പം മനസ്സിനെ പഞ്ചഭൂത ശരീരബോധത്തിൽ നിന്നും പരമാത്മബോധത്തിലേക്ക് ഉയർത്തുക. അതാണ് പടിയായിട്ട് ഉയർന്ന് പടി 6 കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭോ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതൊരു പരിവർത്തനത്തിൻ്റെ എന്താ പറയുക, സ്പിരിച്വൽ എവല്യൂഷൻ്റെ, എൻലൈറ്റ്മെൻറ്റിൻ്റെ ഒരു പ്രതീകാത്മകമായി വെച്ചതാണ് ശബരിമല തീർത്ഥാടനം. ഇപ്പം 41 ദിവസം വ്രതം എടുക്കുക എന്നൊക്കെ പറയുന്നത് ആ കാലഘട്ടത്തിൽ ഒരു 41 ദിവസമാകുമ്പോഴേക്കും ഒരാളിൽ സ്വഭാവ രൂപീകരണം വളരെയധികം വന്നിരിക്കും. എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, ശരിക്കുണ്ടല്ലോ 41 ദിവസം വ്രതമെടുക്കാത്ത ഒരാളെയും ശബരിമലയിലേക്ക് വിടാൻ പാടില്ല. അങ്ങനെ ഒരു നിയമം കൊണ്ടുവരേണ്ടതുണ്ട്. ഇത് ഇന്ന് മാലയിട്ടിട്ട് നാളെ ശബരിമലയിൽ പോകുന്നത് അങ്ങനെയുള്ള സംസ്കാരം വന്നതോടുകൂടിയിട്ടാണ്. ഇന്നലെയും ശബരിമലയിൽ നോക്കൂ നിങ്ങൾ, ശ്രീകോവിലിൻ്റെ മുന്നിൽ 10-20 പേര് ഇടിച്ച് ചവിട്ടി കുത്തി കുറേ ആൾക്കാർ ഹോസ്പിറ്റലാണ്. ഒരയ്യപ്പനും അവരെ രക്ഷിക്കാൻ വരില്ല. ഇന്നലെ നടന്ന കഥയാണ് ശബരിമലയിൽ ശ്രീകോവിലിൻ്റെ മുന്നിൽ. അപ്പോൾ അവിടെ കുറേ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടികൂടി ചവിട്ടി കുത്തി ഒരു കുട്ടി മരിക്കേണ്ടതായിരുന്നു ഇന്നലെ. അത് ഇടയിൽ പെട്ടുപോയി. അപ്പോൾ അങ്ങനെയൊരു അയ്യപ്പനും അവിടെ നിന്ന് രക്ഷിക്കാനല്ല നമ്മൾ തീർത്ഥാടനം ചെയ്യുന്നത്. ഒരു വിഗ്രഹത്തെ ദൈവമാക്കി മാറ്റാനല്ല, മറിച്ച് നമ്മളെ തന്നെ ഉയർത്താനാണ്. അപ്പം അതിന് വ്രതങ്ങൾ ആവശ്യമാണ്. മനസ്സിലായില്ലേ? ഇപ്പം അതിന് 41 ദിവസം അങ്ങനെയൊക്കെയുള്ളൊരു നിയമങ്ങൾ. നിങ്ങളുടെ വീട്ടിൽ നിന്നൊക്കെ ആരെങ്കിലും ശബരിമലയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ 41 ദിവസം വ്രതമെടുക്കാതെ നിങ്ങൾ ആരെയും പറഞ്ഞേക്കരുത്. നിങ്ങളും പോകുന്നുവെങ്കിൽ എന്ത് വേണം? 41 ദിവസം വ്രതമെടുത്തിട്ട്. അല്ലെങ്കിൽ എന്തിനു പോകണം? ആരെ കാണാൻ പോകുന്നു നിങ്ങൾ? മനസ്സിലായില്ലേ? അവിടെ ഒരു അയ്യപ്പനുണ്ട് എന്നൊക്കെ കരുതി നിങ്ങൾ പോവരുത്. അങ്ങനെ ഒരു അയ്യപ്പനും ഉണ്ടെങ്കിൽ പോലും കൃഷ്ണൻ പറയുന്നതാണ് ശരി, അസ്ഥിശ്ചേത് ഈശ്വര കശ്ചിത്, അങ്ങനെ ഒരു ദൈവമുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് നിങ്ങളെ ഉയർത്താൻ സാധ്യമല്ല.
കാരണം ഒരു മനസ്സിനെ മാറ്റാൻ വേറൊരു മനസ്സിന് സാധ്യമല്ല. പിന്നെ ഏത് ദൈവത്തിന് നിങ്ങൾ ഉയർത്താൻ പറ്റും? അയ്യപ്പൻ ജീവനോടുകൂടി ഇരുന്നാൽ പോലും പറ്റില്ല. അങ്ങനെ പറ്റിയിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിന് നേരെയാക്കാമായിരുന്നില്ലേ? ഒരു ചതിപ്രയോഗമല്ലേ അദ്ദേഹത്തോട് ചെയ്തത്? ആണോ? ഏത് അവതാരമൂർത്തി എടുത്തു നോക്കൂ, സ്വന്തം വീട്ടിൽ പോലും അവർക്ക് പരിവർത്തനം വരുത്താൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ മറ്റൊരാളെ ഇങ്ങനെ പരിവർത്തനം വരുത്താൻ പറ്റും? കഥകൾ മനസ്സിലാക്കൂ നിങ്ങൾ. പിന്നെ അടുത്ത കഥയാണ് ഭാഗവതത്തിലെ പ്രസിദ്ധമായ മഹാബലി ചരിതം. അതുകൂടി നമുക്ക് കാണാം. ഒരിക്കൽ ഞാൻ കഥ ചുരുക്കി പറയാണ്. ദേവന്മാരുടെ എല്ലാ സമൃദ്ധിയും ലോകം ഇത്ര സ്നേഹത്തോടുകൂടി ഭരിച്ച ഒരു ചക്രവർത്തി മഹാബലി അദ്ദേഹത്തിൻ്റെ നന്മ കൊണ്ട് എടുത്തു എന്നാണ്. ദേവന്മാർക്ക് ജോലിയില്ല, അവരൊക്കെ TVS കമ്പനിയിൽ ചേർന്നു. TVS കമ്പനി എന്ന് പറഞ്ഞാൽ തെക്ക് വടക്ക് സർവീസ് കമ്പനിയാണ്. TVS കമ്പനിക്കാർ കേൾക്കണ്ട അത്. അപ്പോൾ അവർക്കൊന്നും ജോലിയില്ലാതെ തെക്ക് വടക്ക് നടക്കാൻ തുടങ്ങിയപ്പോൾ ചില ആളുകൾ അങ്ങനെയാണ്. ഒരാൾ എന്നോട് വന്നിട്ട് പറഞ്ഞു, സ്വാമിജി ഒരു ജോലി കിട്ടിയിട്ട് വേണം ഭാഗവത സപ്താഹം ഒന്ന് കേൾക്കാൻ. ചോദിച്ചു, ഇപ്പോഴെന്താ ജോലി? ഇപ്പോൾ ഒരു ജോലിയില്ലാണ്. മനസ്സിലായില്ലേ? ഇതേപോലെ ഒരു ജോലിയില്ലാത്ത ഒരാൾ ദേവന്മാരിങ്ങനെ തെക്ക് വടക്ക് നടന്നപ്പോൾ അവരുടെ അമ്മ ദിതി ചെന്ന് ഭർത്താവിനോട് പറഞ്ഞു, കേ തന്നെ ഒരു മക്കളൊക്കെ വഴിയില്ല, നിങ്ങൾ വല്ല ജോലിയും ശരിയാക്കി തരണം, മക്കളെ തോൽപ്പിച്ച മഹാബലിയെ തോൽപ്പിക്കാൻ ഒരു പുത്രനെ വേണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു വ്രതം പറഞ്ഞു കൊടുത്തു, പയോവ്രതം. അങ്ങനെ ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ അഭിജിത്ത് മുഹൂർത്തത്തിൽ ദിതീദേവിക്ക് പ്രകടമായ പുത്രനാണ് വാമനൻ. അപ്പോഴേക്കും കുട്ടികളുടെ പിറന്നാളൊക്കെ വരില്ല, 28, 38 വരുമ്പോൾ നിങ്ങൾ ചിലും ഓരോ സാധനം കൊണ്ട് കൊടുക്കില്ലേ? ബേബി ബോക്സൊക്കെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ. അതുപോലെ ഓരോരുത്തർ ഉപചാരങ്ങൾ ചെയ്തു. അമ്മ ഒരാൾ കൗബീനം ധരിപ്പിച്ചു, ഒരാൾ അരഞ്ഞാണം ഇട്ടു, ഒരാൾ പൂണൂല് ധരിപ്പിച്ചു, ഒരാൾ അത് കൊടുത്തു, ഇത് കൊടുത്തു. എന്തായാലും കുട്ടി അവിടെ നിന്ന് ഇറങ്ങി. മഹാബലി രാജ്യം ഭരിച്ചിരുന്നത്. വാസ്തവത്തിൽ മഹാബലി കേരളം ഭരിച്ചു എന്ന് പറഞ്ഞാൽ ശരിയല്ല. കാരണം ഈ കഥകൾ മുഴുവൻ നോക്കിയാൽ ആകെ അബദ്ധമാവും. കേരളത്തെ സൃഷ്ടിച്ചത് ഒരാൾ മഴുവെറിഞ്ഞിട്ടാണ്. ഈ പരശുരാമാവതാരം വരുന്നത് മഹാബലിയുടെ അവതാരം അല്ലെങ്കിൽ വാമനാവതാരത്തിന് ശേഷമാണെങ്കിൽ അപ്പം മഹാബലി കേരളം ഭരിക്കാൻ പറ്റില്ലല്ലോ, കേരളം ഇല്ലല്ലോ. കേരളം മഹാബലി ഭരിച്ചിട്ടുണ്ടെങ്കിൽ മഴ വീണിട്ടുണ്ടാവില്ല. മഴ വീണു എന്നുള്ളത് ഉറപ്പാണ്. മഴ വീണിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അത് കണ്ണൂരോ തലശ്ശേരിയോ എന്നുള്ള സംശയമുള്ളൂ എനിക്ക്. അത് ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്നുണ്ടല്ലോ പലരും. ഈ മഹാബലി ഭരിച്ചു എന്നുള്ളത് ഉറപ്പാണ്. കാരണം മഹാബലിയുടെ കാര്യത്തിൽ അതല്ലേ ആളുകൾ അങ്ങോട്ട് അകത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ മാവേലി നാട് വാണിയിടും കാലം കാണുന്നതൊക്കെ ഒരുപോലെയാണ്. കണ്ണൊക്കെ തിരിഞ്ഞ് കള്ളു കുടിച്ചിട്ട് ഒരുത്തൻ്റെ മരത്തിൽ കൊണ്ടിട്ടിച്ചിരിക്കണം. പോലീസുകാരൻ ചോദിച്ചു, തനിക്കെന്തേ, എന്താ ഇങ്ങനെ സംഭവിച്ചതെന്ന് പറഞ്ഞു. സാറാ മരം കണ്ടു ചോദിച്ചു. കണ്ടു എന്നാ ഞാൻ കണ്ടില്ല എന്ന്. അതുതന്നെയാണ് സംഭവിച്ചത്. ഇതേപോലെ കള്ളു കുടിച്ചിട്ട് ബോധമില്ലാത്ത. അപ്പോൾ ഏതായാലും ഈ കഥ കേരളത്തിൽ നടന്നു എന്നൊന്നും ഭാഗവത്തില്ല. മഹാബലി അന്ന് യാഗം ചെയ്തത് നർമ്മദാ നദീതീരത്ത്, അതായത് ഇന്നത്തെ മോഡി സാറിൻ്റെ രാജ്യത്തിലാണ്, ഗുജറാത്തിൽ. അവിടെയാണ് ഗുജറാത്തിലാണ് ഈ നർമ്മദ വരുന്നത്. ഭാഗവത്തിൽ അങ്ങനെയാണ് പറയുന്നത്, നർമ്മദാ നദീതീരത്ത്. അപ്പം അവിടെ ചെന്നു. മഹാബലി ഉണ്ട്. മഹാബലിയും ശുക്രാചാര്യനും ഗുരു സ്വീകരിച്ചു കുട്ടിയെ. കാലൊക്കെ കഴുകി പൂജിച്ചിരുത്തി, കുശലങ്ങളൊക്കെ ചോദിച്ചു, കാപ്പി ചായയൊക്കെ കൊടുത്തു. പറഞ്ഞു, എന്തെങ്കിലുമൊക്കെ ചോദിക്കണം ഞങ്ങളടുത്തുനിന്ന്, കാരണം യാഗം ചെയ്യാണ്, എന്തെങ്കിലുമൊക്കെ ദാനം ചെയ്യാം. മഹാബലി പറഞ്ഞു, ഒന്നും വേണ്ട. നിർബന്ധിച്ചു, എന്തെങ്കിലും ചോദിക്കൂ. അങ്ങനെ നിർബന്ധിച്ചപ്പോഴാണ് 3 അടി മണ്ണ്. പറഞ്ഞു, എനിക്ക് പാലക്കാട് ഒരു 3 അടി മണ്ണ് വേണം, ഒരു 3 അടി മണ്ണ് തന്നാൽ മതി. മഹാബലി പരിഹസിച്ചു, 3 അടി മണ്ണോ, എന്തിനു കൊള്ളാം 3 അടി മണ്ണ്? ചത്താൽ പോലും എത്ര വേണം? 6 അടി വേണമെന്നാ. ചിലർക്കത് മതിയാവില്ല. അപ്പോൾ 6 അടി വേണമെന്നൊക്കെയല്ലേ. അപ്പോൾ എന്താ പറയുക, 3 അടി മണ്ണ് മതി എന്ന് പറഞ്ഞപ്പോൾ അവസാനം മഹാബലി കൊടുക്കാൻ നിശ്ചയിച്ചു. ഈ സമയത്ത് ശുക്രാചാര്യന് മഹാബലിയോട് പറഞ്ഞു, മഹാബലി, ഈ വന്നിരിക്കുന്ന സാധനം ഉണ്ടല്ലോ മൊബൈൽ ഫോൺ പോലെയാണ്. സാധനം സൈസ് ചെറുതാണെങ്കിലും റേഞ്ച് വളരെ കൂടുതലാണ്. ഇത് അളക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിന്റെ സർവ്വസമ്പത്തും അപഹരിക്കുന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് നീ കൊടുക്കരുത്. എന്നിട്ട് ലോകത്തിൽ ആദ്യമായി എക്കണോമിക്സ് പഠിപ്പിക്കുകയാണ് ശുക്രാചാര്യൻ.
ഇന്നത്തെ കുട്ടികൾ എക്കണോമിക്സ് പഠിക്കുമ്പോൾ ഉണ്ടല്ലോ, ശുക്രാചാര്യരാണ് ഈ എക്കണോമിക്സ് ആദ്യം പഠിപ്പിച്ചതെന്ന് അവരാരും പഠിപ്പിക്കില്ല. ഭാഗവതത്തിൽ 19-ാമത്തെ 8-ാം സ്കന്ധത്തിൽ 19-ാമത്തെ അധ്യായത്തിൽ എനിക്ക് തോന്നുന്നു 32-ാമത്തെ ശ്ലോകത്തെ ആയിരിക്കണം, 28 32 ആയിരിക്കണം. അവിടെ പറയും, ധർമായ അർത്ഥായ യശസേ കാമായ സ്വജനായ പഞ്ചതാ വിഭജനം വിത്തം ഇഹാമുത്രച്ച മോദതേ. എത്രാമത്തെ ശ്ലോകമാണത്? 37-ാമത്തെ ശ്ലോകം. ഇത് ഓർത്ത് വയ്ക്കണേ നിങ്ങൾ. ലോകത്തിൽ ആദ്യമായി എക്കണോമിക്സ് പഠിപ്പിക്കുന്ന ആചാര്യനാണ് ശുക്രാചാര്യൻ. എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണം എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യണം എന്നാണല്ലോ എക്കണോമിക്സ്. ഒരു പണത്തോടുള്ള നമ്മുടെ സമീപനം എന്തായിരിക്കണം. അപ്പോൾ പറഞ്ഞു കൊടുക്കുന്നത് പഞ്ചതാ വിഭജനം വിത്തം. നിങ്ങൾക്ക് മനസ്സിലാവും ഈ പറയും. പഞ്ചതാ വിഭജനം വിത്തം. വിത്തം സമ്പത്ത്. പഞ്ചത പറയൂ. 5ആയി സമ്പത്തിനെ വിഭജിക്കണം. എന്താണ് 5ആയി വിഭജിക്കണം? ഒരു ഭാഗം സിൻഡിക്കേറ്റ് ബാങ്കിൽ കൊണ്ടുപോയിടണം, കാനറ ബാങ്കിൽ കൊണ്ടുപോയിടണം, LICയിൽ കൊണ്ടുപോയിടണം. ആണോ? ഇതൊന്നുമല്ല അന്ന് പറഞ്ഞു കൊടുത്തത്. ഇതൊക്കെയാണ് ഇപ്പം നിങ്ങളുടെ വിഭജനം. അദ്ദേഹം പറഞ്ഞു കൊടുക്കും. ഞാൻ അതിൻ്റെ ഓർഡർ മാറ്റി പറയുകയാണേ, ഇതെഴുതി വെച്ചോളൂ നിങ്ങൾ. നല്ലൊരു പോയിൻ്റാണ്. ഈ ലോകത്തിൽ എങ്ങനെയാണ് നന്മ ഉണ്ടാക്കേണ്ടതെന്നാണ്. സമ്പത്ത് കൊണ്ട് പറയുന്നത് കാമായ സ്വജനായ അർത്ഥായ യശസേ ധർമായ. ഇത് മനസ്സിലാക്കാൻ പ്രയാസമില്ല. എന്താണ്? കാമായ സ്വജനായ അർത്ഥായ യശസേ ധർമായ. അപ്പം ഇതിനൊരു വ്യാഖ്യാനം നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് കൊടുക്കണമെന്നേ ഉള്ളൂ. കാമം എന്നതിന് ഇവിടെ അർത്ഥം സ്വന്തം കാര്യങ്ങൾ നടത്താൻ, സ്വന്തം ആവശ്യങ്ങൾ നടത്താൻ. കാമം എന്ന് പറഞ്ഞാൽ ഇവിടെ സെക്ഷൽ എന്നൊന്നും അർത്ഥമെടുക്കരുത് നിങ്ങൾ. ഈ കാമം എന്നൊക്കെയുള്ള ശബ്ദത്തിനുണ്ടല്ലോ, പൊതുവേ നമ്മൾ മലയാളത്തിൽ പറയുന്ന അർത്ഥമല്ല സാൻസ്ക്രിറ്റിൽ. ഞാൻ പറഞ്ഞു നിങ്ങളോട്, കോണ്ടെക്സ്റ്റ് അനുസരിച്ച്, സന്ദർഭത്തിനനുസരിച്ച് അർത്ഥം മാറും. അപ്പോൾ കാമം എന്നുള്ളതിന് സ്വന്തം ആവശ്യങ്ങൾക്ക്, എല്ലാവർക്കും ആവശ്യമാണ്. സ്വന്തം ആവശ്യത്തിന് പണം ചെലവഴിച്ചില്ലേ പിന്നെന്ത് സമ്പാദ്യം? അവനവൻ്റെ ആവശ്യത്തിന് ഒരംശം. രണ്ടാമത്തത് സ്വജനായ. അർത്ഥാവുമല്ലോ, അർത്ഥാവില്ലേ എന്ന് പറഞ്ഞാൽ സ്വന്തം കുടുംബം, സ്വന്തം ആളുകൾ, അതിന് വേണ്ടിയിട്ട് അർത്ഥം ഉപയോഗിക്കണം. മൂന്നാമത്തത് അർത്ഥായ. ഇവിടെ അർത്ഥം എന്ന് പറഞ്ഞാൽ നാളത്തേക്ക് വേണ്ടി. അപ്പം ഡെപ്പോസിറ്റ് ചെയ്യണം എന്നൊരംശം. നോക്കൂ, ഈ പറയുന്നത് ഏത് കാലം? ബാങ്ക് പോലും ഡെവലപ്പ് ചെയ്യാത്ത കാലഘട്ടത്തിലാണ് പറയണത്. ദൂർത്തടിച്ച് ചെലവഴിക്കരുത്, ഒരംശം പറയൂ, നാളത്തേക്ക് വേണ്ടി സൂക്ഷിക്കുക എന്നുള്ളത്. നോക്കൂ, ഗംഭീരമല്ലേ നമ്മുടെ പൂർവികന്മാരുടെ ചിന്തകൾ? ആണോ? ഇതൊക്കെ ഈ പറയുന്നത് കോളേജുകളില്ല, യൂണിവേഴ്സിറ്റികളില്ല. ഈവൻ നമ്മുടെ ചരിത്രകാരന്മാർ എഴുതി വെച്ചിരിക്കുന്നത് 2000 കൊല്ലം മുമ്പ് പ്രാകൃതന്മാരായിരുന്നു അത്രയും. നമ്മൾ ഒരു ബോധവും ഇല്ലാതെ, എന്താ പറയുക, കേട്ടിട്ടുണ്ടല്ലോ നിങ്ങൾ, സ്റ്റോൺ ഏജ്, അയേൺ ഏജ്, ഈ ഏജുകളൊക്കെ അവരെഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഭാഗവതത്തിലെ ഇവോൾഡ് ഏജ് അവരെഴുതി വെച്ചിട്ടില്ല. മനസ്സിലായില്ലേ? 5000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഗ്രന്ഥത്തിൽ ഈ ഒരു കാഴ്ചപ്പാടൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ചിന്തകളൊക്കെ അന്ന് ഉണ്ടെങ്കിൽ എത്രയോ മാനസികമായി ഉയർന്നൊരു സൊസൈറ്റി ഭാരതത്തിൽ ജീവിച്ചിരുന്നു നമ്മൾ മനസ്സിലാക്കണ്ടേ? മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? അപ്പം എന്തൊക്കെയാണ് പറഞ്ഞത്? കാമായ അർത്ഥായ, സ്വജനായ അർത്ഥ. നാലാമത്തത് യശസ്സേ എന്നാണ്. യശസ് എന്ന് പറഞ്ഞാൽ യശസ്, പേര്. പേരും പ്രശസ്തി എന്ന് പറയില്ലേ, അതാണ് സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യുന്നത്. സമ്പത്തിൻ്റെ ഒരംശം സൊസൈറ്റിക്ക് വേണ്ടി ചെലവഴിക്കും. സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഇല്ലാത്തവർക്ക് വേണ്ടി ചെലവഴിക്കുമ്പോൾ സമൂഹത്തിൽ അവരുടെ പേര് ആദരണീയമായി തീരും. അപ്പോൾ ഒരംശം എപ്പോഴും ഒരു വീക്ക് സെക്ഷന് വേണ്ടി ചെലവഴിക്കണം. ഇതായിരിക്കും പിൽക്കാലത്ത് ദാനം എന്നുള്ള പേരിൽ അറിയപ്പെട്ടത്. ഭാരതത്തിൽ ദാന സംസ്കാരം അങ്ങനെയാണ് വന്നത്. ഒരംശം ചെലവഴിക്കുക നല്ല കാര്യത്തിന് വേണ്ടി. സമൂഹത്തിൻ്റെ ഒരുപക്ഷെ പൊതുകുളങ്ങൾ, പൊതുകിണറുകൾ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അങ്ങനെയായിരിക്കും നമ്മുടെ നാട്ടിൽ ഈ കുളങ്ങളൊക്കെ വന്നിട്ടുണ്ടാവുക, കിണറുകൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. പണ്ട് കാലത്ത് നോക്കൂ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ചുമടൊക്കെ ഇറക്കി വയ്ക്കാനുള്ള സംവിധാനങ്ങൾ, അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങൾ പലതും എന്താ പറയുക, ഒരു സൊസൈറ്റിക്ക് വേണ്ടിയിട്ട്.
ഇന്ന് നമ്മളതിന് ടാക്സ് എന്ന് പറയുന്നു. ഒരു എമൗണ്ട് നമ്മൾ ഗവൺമെൻറ്റിലേക്ക് കൊടുക്കുന്നത്. അഞ്ചാമത്തതാണ് ധർമായ. ധർമ്മം എന്നുള്ളതിന് ഇവിടെ അർത്ഥം സംസ്കാരത്തെ നിലനിർത്താൻ. ഒരു സംസ്കാരമുള്ള സൊസൈറ്റി ഉണ്ടെങ്കിലേ ആ സൊസൈറ്റിയിൽ ഐക്യവും സ്നേഹവും ഒത്തൊരുമയും ഉണ്ടാവുകയുള്ളൂ. വളരെ ശ്രദ്ധിക്കൂ ഈ വാക്ക് വളരെ ശ്രദ്ധിക്കൂ നിങ്ങൾ. ഇന്ന് ഞാനിത് പറയുമ്പോഴുണ്ടല്ലോ, ഇവിടെയാണ് ഭാരതത്തിന് ഇനി ചെയ്യാനുള്ള കാര്യം. നിങ്ങൾ നോക്കൂ, ക്രിസ്ത്യൻ വേൾഡിലേക്ക് നോക്കുകയാണെങ്കിൽ, ഞാൻ പറയുന്നത് യൂറോപ്യൻ കൺട്രി, അമേരിക്കൻ കൺട്രി, ഞാനിതൊക്കെ നിങ്ങളോട് പറയുന്നത് ആധികാരികമായി പറയുന്നത്, ഞാൻ ഈ സ്ഥലങ്ങളൊക്കെ പോയി ഉറപ്പുള്ള ഒരാളായതുകൊണ്ടാണ്. വെറുതെ നിങ്ങളോട് വിളിച്ചു പറയില്ല. നിങ്ങൾക്കും ടി വിയിലൂടെ നിങ്ങൾ കാണുന്നുണ്ടാവും, നിങ്ങളും പലരും പോയിട്ടുണ്ടാവും. ഒരു കുടുംബ ജീവിതം അവിടെ ഇല്ല. ഉണ്ടോ? ആണിനെ കല്യാണം കഴിക്കുന്നത് വരെയുള്ള അധപ്പതിച്ച സംസ്കാരത്തിലേക്ക് ഇന്ന് അവരെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ബാരക് ഒബാമ, അമേരിക്കൻ പ്രസിഡന്റ്, ആണിനെ കല്യാണം കഴിക്കുന്നത് ലീഗലൈസ് ചെയ്തു. ആലോചിച്ച് നോക്കൂ ആ രാജ്യത്തിൻ്റെ സംസ്കാരം എവിടെ എത്തിയെന്ന്. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? കുടുംബജീവിതം തീരെ ഇല്ല. അതുകൊണ്ട് ചെറിയ കുട്ടികളെ സ്കൂളിൽ പഠിപ്പിക്കണമെന്നുണ്ടല്ലോ, ആദ്യം തന്നെ LKG പഠിപ്പിക്കുന്നത് പോലീസ് സ്റ്റേഷനിലെ നമ്പറാണ്. കാരണം ഒരു അച്ഛൻ ഒറിജിനൽ അച്ഛനാവില്ല, ആ അച്ഛൻ പീഡിപ്പിക്കാനുള്ള സാധ്യത, അല്ലെങ്കിൽ അമ്മ ഒറിജിനൽ അമ്മയാവില്ല, പീഡിപ്പിക്കാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് പീഡിപ്പിക്കുകയാണെങ്കിൽ ആരെ വിളിക്കണം? ഇതാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. അത്രത്തോളം ഒരു സംസ്കാരം അവരിൽ നഷ്ടപ്പെട്ടു പോയി. കാരണം സാംസ്കാരികമായി ഉയരാൻ അവരൊന്നും ചെയ്തിട്ടില്ല. ഇനി ഇസ്ലാമിക് കൺട്രിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, എത്രയോ വലിയ ഇസ്ലാമിക് കൺട്രികൾ പോലും, ഇന്നലത്തെ പേപ്പറിൽ പോലും വന്നിരിക്കുന്ന റിപ്പോർട്ട്, സൗദി അറേബ്യയിൽ 75 വയസ്സുള്ള ഒരാൾ 15 വയസ്സുള്ള പെൺകുട്ടിയെ കല്യാണം കഴിച്ചിട്ട്. അത് വലിയൊരു അമേരിക്കയിൽ ഒരു ചിന്തന ഉണ്ടാക്കിയിരിക്കുകയാണ്, ഇത്തരം കാര്യങ്ങളൊക്കെ തടയണമെന്ന് പറഞ്ഞിട്ട്. ഒരുതരം പ്രാകൃത സംസ്കാരം, സ്ത്രീകളെ ഒരു വിഭാഗമാക്കി ആണുങ്ങളെ വേറെ വിഭാഗമാക്കി മതത്തിൻ്റെ പേരിൽ വിഭജിച്ചിരിക്കുന്ന ഒരു സംസ്കാരം. നോക്കൂ നിങ്ങൾ, ലിബിയ, ഈജിപ്ത് തുടങ്ങിയിട്ടുള്ള ഒരുവിധം ഇസ്ലാമിക് കൺട്രികളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എവിടെയാണ് ഇവരെത്തിയിരിക്കുന്നത്? എന്നും ബോംബ് സ്ഫോടനങ്ങളും കൊലപാതകങ്ങളും. ഒരു സമാധാനം ആ രാജ്യങ്ങളിൽ ഉണ്ടോ ഇല്ലയോ? കുറേ അവർ നിയന്ത്രിക്കുന്നത് നിയമത്തിൻ്റെ പേരിലാണ്. ആണോ? കടുത്ത ശിക്ഷകൾ പേടിച്ചുകൊണ്ടാണ് പലരും നിൽക്കുന്നത്. ആണോ അല്ലയോ? എന്നാൽ ഈ ഭാരതത്തിൻ്റെ സംസ്കാരം ഇതൊരു ആത്മീയ സംസ്കാരത്തിൻ്റെ നാടാണ്. ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നത് ഹിന്ദു മതമല്ല, അദ്വൈത മതമാണ്. അവിടെ ഹിന്ദുവുമില്ല, മുസ്ലിമുമില്ല, ക്രിസ്ത്യാനിയുമില്ല. എല്ലാവരെയും പഠിപ്പിക്കുന്നത് ഒരേ ഭൂമി, ഒരേ വായു, ഒരേ ആത്മാവ്. അതിന് ജാതിയുമില്ല, മതവുമില്ല. ഈ ഒരു സംസ്കാരം നമ്മളെ ഋഷീശ്വരന്മാർ പ്രചരിപ്പിച്ചതുകൊണ്ടാണ് ഭാരതത്തിൽ വലിയ വിപ്ലവങ്ങളൊന്നും ഇല്ലാതെ പോയത്. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? കമ്മ്യൂണിസം ഇവിടെ വിജയിക്കാതെ പോയത് ദാന സംസ്കാരം ഇവിടെ ഉള്ളത് കൊണ്ടാണ്, ആത്മീയത ഉള്ളത് കൊണ്ടാണ്. വേറെ മതങ്ങൾക്കൊന്നും, നോക്കൂ, എത്രയോ കാലം ബ്രിട്ടീഷുകാരുടെ കയ്യിലായിരുന്നു, എത്രയോ കാലം മുഗളന്മാരുടെ കൺട്രോളിലായിരുന്നു. ആണോ? അവരൊന്നും വിചാരിച്ചിട്ടും നമ്മുടെ സംസ്കാരത്തെ തകർക്കാൻ സാധിച്ചില്ല. ലോകത്തിലെ ഏറ്റവും പ്രാചീന സംസ്കാരം ഇന്നും അതുപോലെ നിൽക്കുന്നു. മാത്രമല്ല, എനിക്ക് തോന്നുന്നു കാലം കൂടുന്തോറും അത് ഒന്നുകൂടി ഉജ്ജ്വലമായി വരുന്നു. അല്ലെങ്കിൽ 5000 വർഷം മുമ്പുള്ള ടെക്സ്റ്റ് ഭാഗവതം, അത് കേൾക്കാനും പറയാനും ഞാനും നിങ്ങളിവിടെ ഇരിക്കേണ്ട കാര്യമില്ലല്ലോ. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? അത്രയും പഴക്കമുള്ള സംസ്കാരത്തിന് ഇന്നും അതിന് പ്രസക്തിയുണ്ട്, മനുഷ്യ മനസ്സിനെ ഉയർത്തുന്നത്. ഈ ഒരു കാര്യം നമ്മൾ പ്രചരിപ്പിക്കേണ്ടതുണ്ട്. അതിൻ്റെ പേരാണ് ധർമായ. ഒരു സമൂഹം, നോക്കൂ, ശ്രദ്ധിക്കൂ, ഞാൻ പറയണത്, ഒരു സമൂഹത്തിൽ നല്ല സംസ്കാരമുള്ളവരുണ്ടെങ്കിൽ പേടിക്കേണ്ടതില്ല. സാംസ്കാരികമായി അധപ്പതനം വരുന്നത് കൊണ്ടാണ് രാത്രിയിൽ ഇറങ്ങാൻ നമുക്ക് വീട് അടച്ചിടേണ്ടി വരുന്നത്. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, വാതിൽ തുറന്നാൽ പിന്നെ വൈകുന്നേരം അടയ്ക്കുള്ളൂ. ആരെയും പേടിക്കേണ്ട കാലമുണ്ടായിരുന്നില്ല.
ഒരാളെ വീട്ടിൽ ജോലിക്ക് വെച്ചു കഴിഞ്ഞാൽ ഒരു പേടിയും ഉണ്ടായിരുന്നില്ല. ഇന്ന് നമുക്ക് പേടിക്കേണ്ടിയിരിക്കും. കാരണം ആരുടെ സ്വഭാവം? പാലക്കാട് വളരെ ക്രൂരമായി വധിക്കപ്പെട്ടൊരു കഥയുണ്ടല്ലോ. വീട്ടിൽ കയറി വന്നൊരു സ്ത്രീയെ അമ്മയൊക്കെ വെട്ടിക്കൊന്നുള്ള ചരിത്രം നിങ്ങൾ അടുത്ത കാലത്ത് പത്രത്തിലൊക്കെ വായിച്ചതല്ലേ. അപ്പം ആർക്കും ആരിലും ഒരു വിശ്വാസമില്ലാതെ പോയത് സാംസ്കാരികമായി ഒരു തകർച്ച സംഭവിച്ചിരിക്കുന്നു. അപ്പം അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാം ഗ്രന്ഥങ്ങളിൽ നിന്നും ഒരു വിഗ്രഹത്തിലേക്ക് തിരിഞ്ഞു, എല്ലാം ദൈവത്തിന് വിട്ടുകൊടുത്തു. ഒരുപക്ഷെ നാം എല്ലാവരെയും ഉയർത്തുന്നൊരു സംസ്കാരമായിരുന്നു പ്രചരിപ്പിച്ചതെങ്കിൽ പരസ്പരം ആദരവും സ്നേഹവും ഉണ്ടാകുമായിരുന്നു. നിങ്ങൾ പരസ്പരം ഇവിടെ അടുത്തിരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് അറിയില്ല ആരാ അടുത്തിരിക്കുന്നു, എന്നാലും നിങ്ങൾക്ക് പേടിയില്ല. അല്ല, എല്ലാവർക്കും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിരിക്കും നമ്മുടെ സംസ്കാരത്തിൻ്റെ അധപ്പതനത്തിൽ. അദ്ദേഹം പറയുന്നത് ടൂ മച്ച് ജാതകത്തിൽ അടിമപ്പെട്ട്, ടൂ മച്ച് പൂജകളിൽ അടിമപ്പെട്ട് ഇങ്ങനെയൊക്കെ ജീവിച്ചു പോയി നമ്മൾ. അപ്പം അതിന്നൊക്കെ നമ്മൾ പതുക്കെ കര കയറണം. ഒരു ജാതകത്തിലല്ല ജീവിതം ഇരിക്കുന്നത്. ഈവൻ വരാഹമിഹിരൻ ജ്യോതിഷശാസ്ത്രം എഴുതി വയ്ക്കുമ്പോൾ അദ്ദേഹം വിവാഹ കാര്യത്തിൽ എടുത്തു പറഞ്ഞിരിക്കുന്ന കാര്യം മനപ്പൊരുത്തമേവ മുഖ്യ ലക്ഷണം. മനപ്പൊരുത്തമാണ്. മനസ്സ് യോജിച്ചില്ലെങ്കിൽ ജാതകപ്പൊരുത്തം ഉണ്ടായിട്ട് കാര്യമില്ല എന്ന് അദ്ദേഹം എഴുതി വച്ചിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുണ്ടല്ലോ, കുട്ടികൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അവരുടെ മാനസികമായ സാംസ്കാരിക ഐക്യമുണ്ടോ നോക്കണം. ഇതാ അച്ഛനമ്മമാർ നോക്കുന്നില്ലേ, വെറും പണമുണ്ടോ നോക്കണ്ട്, ജോലിയുണ്ടോ നോക്കണ്ട്, 8 പൊരുത്തം ഒത്തുണ്ട് അത്രേ. ഈ 8 പൊരുത്തം നിങ്ങൾ 8 ജ്യോത്സ്യന്മാരെടുത്ത് പോയാൽ 8 വിധത്തിലാണ് അവർ പറയുക. ആണോ അല്ലയോ? അപ്പോൾ അതിനല്ല പ്രാധാന്യം. അതൊന്നൊക്കെ നിങ്ങൾ ഉയരും. ജാതകവും ജീവിതവുമായി യാതൊരു ബന്ധവുമില്ല. 100% ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഒരു ബന്ധവും അതിനില്ല. ജാതകമല്ല ജീവിതം. കാരണം ജാതകം എന്നത് നക്ഷത്രങ്ങളുമായൊക്കെ ബന്ധപ്പെടുത്തി പറഞ്ഞിരിക്കുകയാണ്. അതൊരു എന്താ പറയുക, ഒരു എബൌട്ട് കാൽക്കുലേഷനാണ്. ഒരു എന്തോ ചില കാൽക്കുലേഷൻ അത്രയേ ഉള്ളൂ. എക്സാക്ട്ലി അങ്ങനെ സംഭവിക്കണം എന്നില്ല. നിങ്ങൾ ദിവസവും ജപവും മറ്റുമൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഒരുപക്ഷെ ജാതകത്തിൽ പറഞ്ഞ പോലെ ആവില്ല നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അപ്പം എനിക്ക് പറഞ്ഞു തരാനുള്ളത്, നമ്മുടെ മുഖ്യ വിഷയം എന്തായിരുന്നു? അത് വിട്ടു നിങ്ങൾ. കാമായ സ്വജനായ അർത്ഥായ യശസേ ധർമായ. അപ്പം ധാർമ്മിക കാര്യങ്ങൾ നമ്മൾ പ്രചരിപ്പിക്കണം. ഇപ്പം ഇവിടെ നടക്കുന്നത് ഒരു ധാർമ്മിക കാര്യമാണ്, ഒരു യജ്ഞമാണ്. ഇത്തരം യജ്ഞങ്ങൾ കൂടുന്തോറും സമൂഹത്തിൻ്റെ സംസ്കാരം കൂടി വരുന്തോറും സാംസ്കാരികമായി ഉയർന്ന ഒരു സമൂഹത്തിൽ കുറ്റകൃത്യങ്ങൾ വളരെ കുറയും. ഞാൻ ലജ്ജിച്ചു പോകും നമ്മുടെ നാടിനെ ഓർക്കുമ്പോൾ. ലോകത്തിൽ ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിൽ ആഗ്രഹിക്കും, ഇനിയൊരു ജന്മം എനിക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ ജനിക്കേണ്ടത് ബാലിയിലാണെന്ന് ഞാൻ പറയും. ലോകത്തിലെ ഏറ്റവും ഉന്നതമായ ഹിന്ദു സംസ്കാരമുള്ള ഒരു രാജ്യം, ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ വസിക്കുന്ന ഇന്തോനേഷ്യയിലാണ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും ഇത്തിരി ഭാഗ്യം കിട്ടുകയാണെങ്കിൽ ആ ബാലി ഒന്ന് പോയി കാണണം. വളരെയധികം, ബാലി ഒരു ഐലൻഡാണത്. ഇന്തോനേഷ്യയിലെ ഒരു ഐലൻഡാണ്. ഒരു ഹൈ സാംസ്കാരികമായൊരു രാജ്യം, ഏറ്റവും ടൂറിസ്റ്റുകൾ വന്നു പോകുന്ന രാജ്യം. മനസ്സിലായില്ലേ? എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ, കുട്ടിക്കാലം മുതലേ കുട്ടികൾ രാമായണവും മഹാഭാരതവും പഠിക്കണം. അവരത് കളിക്കും. ഈവൻ മുസ്ലിങ്ങൾ പോലും ഹിന്ദു പേരുകളായിട്ട്. അതുകൊണ്ടുണ്ടല്ലോ ആ ഒരു ചെറിയ രാജ്യത്തിൻ്റെ സംസ്കാരം. ബാലി എന്ന് പറയുന്നത് ഒരു 36ഓളം ഐലൻഡിൽ ഒരു ഐലൻഡാണ്. ജക്കാർത്ത, സൊമാലിയ തുടങ്ങിയ അനവധി ഐലൻഡുകളാണ് ഈ ഇന്തോനേഷ്യയിൽ. ചെറിയൊരു ഐലൻഡാണ് ബാലി. അവർ ഇന്ത്യ കാണാത്ത ഹിന്ദുക്കളാണ്. എത്രയോ വലിയ ക്ഷേത്രങ്ങളൊക്കെ പണിതിരിക്കണം, പക്ഷെ അവരുടെ ക്ഷേത്രങ്ങളിൽ വിഗ്രഹങ്ങളില്ല. സ്ത്രീകൾ രാവിലെ 5 മണിക്ക് എണീറ്റ്, ഞാൻ അവരുടെ വീട്ടിൽ താമസിച്ചിട്ടുള്ള അനുഭവത്തിലാണ് പറയുന്നത്, നിങ്ങളോട് പുസ്തകം വായിച്ചുള്ള അനുഭവമല്ല. 5 മണിക്ക് സ്ത്രീകൾ എണീറ്റ് ഗായത്രി ജപിക്കുന്ന, ഞാനത് റെക്കോർഡ് ചെയ്തെടുത്തു പല വീടുകളിലൊക്കെ പോയിട്ട്. 5 മണിക്ക് എണീറ്റ് ഗായത്രി ജപിക്കും. ഇവിടെയാണെങ്കിലോ പെണ്ണുങ്ങൾ ഗായത്രി ജപിച്ചാൽ ദോഷമാണെന്ന് പറയുന്നു. അവിടെ സ്ത്രീകളുണ്ടല്ലോ ആഹാരമുണ്ടാക്കിയാൽ അവർ തന്നെ നിവേദിച്ചതിന് ശേഷമേ ഭക്ഷണം കഴിക്കണം.
എല്ലാ വീട്ടിലും ക്ഷേത്രമുള്ള ഒരു രാജ്യമാണ് ബാലി. ആ രാജ്യത്തിലെ ഗവൺമെൻറ് അവരുടെ 20,000 രൂപയുടെ നോട്ട്, അവർക്ക് അങ്ങനെയാണ് നോട്ട്, അതിൽ സിമ്പിളായിട്ട് വെച്ചിരിക്കുന്നത് ഗണപതിയാണ്. ഗണപതി, മനസ്സിലായില്ലേ? ആ രാജ്യത്തിലെ ഗവൺമെൻറ് അവരുടെ എയറോപ്ലെയിനിൻ്റെ കമ്പനിക്ക് പേര് കൊടുത്ത്, നമ്മൾ എയർ ഇന്ത്യ എന്ന് എഴുതിയെടുത്ത് അവർ കൊടുത്തു ഗരുഡ എയർവൈസ് എന്നാണ്. ഗരുഡൻ്റെ പേരാ കൊടുത്തത്. അനവധി നല്ല പേരുകൾ. അവിടുത്തെ പ്രധാനമന്ത്രി, പ്രസിഡന്റ് കുട്ടികൾക്ക് പേര് കൊടുക്കുന്നത് ഭാരതത്തിൽ വന്നിട്ടാണ്. മുസ്ലിങ്ങൾ, മനസ്സിലായില്ലേ? ഈ പറയുന്നതൊക്കെ ഈ ലോകത്തിലെ ഏറ്റവും നല്ലൊരു വേറെ രസം, മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ ഫെസ്റ്റിവൽ എന്താ അറിയോ? ഇന്തോനേഷ്യയിൽ രാമലീല കളിക്കുന്ന മുസ്ലിങ്ങൾ. ഞാൻ കണ്ടിട്ടുണ്ട് അവരുടെ രാമലീല, മുസ്ലിങ്ങൾ കളിക്കുന്ന രാമലീല. ഇതൊക്കെ നിങ്ങളോട് പറയുന്നതിന് കാരണം, നല്ലൊരു സംസ്കാരമുള്ള ഒരു സൊസൈറ്റിയിൽ കുറ്റകൃത്യങ്ങൾ ഉണ്ടാകില്ല. അപ്പോൾ ഈ സംസ്കാര അധപ്പതനം നമുക്ക് വന്നു പോയതിന് കാരണം, ഞാൻ ബാലിയിലേക്ക് നോക്കുമ്പോൾ കാണുന്നത്, പെൺകുട്ടികൾ നൃത്തം പഠിച്ചിരിക്കണം, ആൺകുട്ടികൾ മഹാഭാരതവും രാമായണവും പഠിച്ചിരിക്കണം. 3 മണിക്ക് ശേഷം സ്കൂളുകളും കോളേജുകളും ഓഫീസുകളും ഉണ്ടാവില്ല. എല്ലാവരും ഇങ്ങനെയുള്ള പഠന കേന്ദ്രങ്ങളിലെത്തിക്കും. എന്നെ ഒരിക്കൽ അവരുടെ നാഷണൽ പ്രോഗ്രാമിന് വിളിച്ചപ്പോൾ ഞാൻ റിയലി സത്യം പറഞ്ഞാൽ നമസ്കരിച്ചു പോയി. കുട്ടികൾ ആ മഹാഭാരതവും രാമായണം ചെറിയ സാധനങ്ങൾ അത് കളിക്കുന്നത് കാരണം എന്ത് രസമായിട്ടാണെന്നറിയോ? ഭാഷ ഇന്തോനേഷ്യൻ ഭാഷയാണ്, കുറേ സാൻസ്ക്രിറ്റ് ലാംഗ്വേജ് ഉണ്ട് അതിൽ. അപ്പോൾ അത്ര ഒരു ഇവോൾവ് സൊസൈറ്റി. അവിടെ കൺവേർട്ട് ചെയ്യാൻ വന്നു ക്രിസ്ത്യൻ ബിഷപ്പും പാതിരിമാർ. അവർ കൺവേർട്ട് ചെയ്യാൻ വന്നവർ ഒരു 2-3 മാസം ഇവരുടെ കൂടെ താമസിച്ച് അവർ ഹിന്ദുക്കളായി മാറി. അവർ പറയുന്നു ഇത്ര നല്ല സംസ്കാരം ലോകത്തിലില്ല എന്നാണ്. മനസ്സിലായില്ലേ? അതുപോലെ മുസ്ലിം ടെററിസ്റ്റുകൾ അവിടെ ബോംബ് പൊട്ടിച്ചു. ബോംബൊന്നും അവിടെ പൊട്ടുന്ന കാര്യമേ ഇല്ല. പക്ഷേ ഈ സംസ്കാരത്തോടുള്ള ദേഷ്യം അവർ പൊട്ടിച്ചു. അവർ പൊട്ടിച്ചപ്പോൾ ഇന്തോനേഷ്യയിലെ മുഴുവൻ മുസ്ലിങ്ങളും അതിനെ എതിർത്തു. അത് പൊട്ടിച്ചത് ഇന്തോനേഷ്യയിലെ മുസ്ലിങ്ങളായിരുന്നില്ല, പുറത്തുള്ളവരായിരുന്നു. ഈ രാജ്യത്തിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള അക്രമങ്ങൾ ചെയ്താൽ രാജ്യം മുഴുവൻ അതിനെ എതിർക്കുന്നുള്ളത്. അത്ര ഒരു സാംസ്കാരികമായി വരുന്ന രാജ്യം. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമ്മുടെ ഗ്രന്ഥം എന്ന് നമ്മൾ കൈവിട്ടുവോ അതോടുകൂടി സാംസ്കാരികമായൊരു അധപ്പതനം വന്നു. ഇനി നമ്മുടെ ജോലി എന്താ വെച്ചാൽ ഈ ഗീതയും ഭാഗവതവും ഒക്കെ ഒന്ന് വീണ്ടും പ്രചരിപ്പിക്കണം. അത് പ്രചരിപ്പിക്കും തോറും നല്ലൊരു സമൂഹത്തെ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കും, സംശയമില്ല. നിങ്ങളൊക്കെ പഠിക്കൂ ഭാഗവതം, നിങ്ങളൊക്കെ പഠിക്കൂ ഗീത. കാരണം ഗീതയും ഭാഗവതം പഠിച്ചാൽ ഒരിക്കലും അവർക്ക് മാനസികമായി തരം താഴാൻ സാധ്യമല്ല. ഇതല്ലേ വേണ്ടത്? അപ്പം അതുകൊണ്ട് ഇത്തരത്തിലുള്ള മഹായജ്ഞങ്ങളൊക്കെ ഉണ്ടല്ലോ, ഒരു കൂട്ടായി നമ്മൾ പരിശ്രമിക്കണം. ഞാൻ പറഞ്ഞു ഇവരോട്, ഞാൻ ഇനിയൊരു സപ്താഹത്തിന് ഡേറ്റ് തരികയാണെങ്കിൽ എനിക്ക് 2 നിർബന്ധങ്ങളുണ്ട്. നിങ്ങളൊക്കെ തയ്യാറാണോ അതിന്? ഒന്ന്, 10,008 വീട്ടിൽ നിന്ന് കൃഷ്ണ വിഗ്രഹം കൊണ്ടുവയ്ക്കണം. രണ്ടാമത്തത് 335 അധ്യായമാണ് ഭാഗവത്തിൽ. എത്ര? 335 കുട്ടികൾ പാരായണം ചെയ്യുന്ന ഒരു സപ്താഹമായിരിക്കും അത്. അപ്പം നമ്മളൊക്കെ ഒന്നിച്ച് പ്രവർത്തിച്ചാൽ ഒരു പക്ഷേ നമുക്ക് ഇതൊരു വലിയ വിപ്ലവമാക്കി മാറ്റാൻ പറ്റും, ഒരു വലിയൊരു ജനകീയമാക്കി മാറ്റാൻ പറ്റും. അപ്പം അങ്ങനെയൊരു കാഴ്ചപ്പാട് നമ്മളിലൊക്കെ ഉണ്ടാവണം. അപ്പം അതുകൊണ്ട് ഇത്തരത്തിലുള്ള ശ്രേഷ്ഠമായ നന്മയുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങളൊക്കെ നല്ല സഹകരണങ്ങൾ ചെയ്യണം. കാരണം പാവം ഇവർക്ക് ഇത്ര വലിയ പന്തലും കാര്യങ്ങളൊക്കെ കിട്ടാൻ നല്ല സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. ഒരുപാട് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ എക്സ്പെൻസീവാണ്. എല്ലാവരും കൂടി ചേർന്നാൽ പലതുള്ളി, അതാണ് ധർമ്മായ. നമ്മുടെ സമ്പത്തിൻ്റെ ഒരു അംശം ഏതിന് കൊടുക്കണം? ധർമ്മത്തിന് കൊടുക്കണം. നമ്മളൊന്നും ഫ്രീ ആയി കൈപ്പറ്റരുത്, ഒരു സാധനം ഫ്രീ എടുക്കരുത്. ഒരു നേരം നമ്മൾ ഊണ് കഴിക്കണമെങ്കിൽ ഒരു 10 പേർക്ക് ഊണ് കൊടുക്കാനുള്ള സമ്പത്ത് നമ്മൾ കൊടുത്തിരിക്കണം. അതാണ് ഭാരതത്തിൻ്റെ സംസ്കാരം. മനസ്സിലായില്ലേ? ഒരു കടക്കാരനായി തീരരുത് പറയും നമ്മളോട്. ഏതായാലും ഇപ്രകാരമൊക്കെ മഹാബലി പറഞ്ഞപ്പോൾ മഹാബലി കൊടുത്തു സമ്പത്ത്. അങ്ങനെ മഹാബലിയെ ശപിച്ചു എന്നാണ് ശുക്രാചാര്യർ. ഏതായാലും ഭഗവാൻ 3 അടി മണ്ണളന്നെടുത്തു. 3 അടി മണ്ണളക്കാനുണ്ടായില്ല. 2 അടി അളന്നപ്പോഴേക്കും എല്ലാം തീർന്നു. 3-ാമത്തെ അടി വെക്കാൻ നേരത്തെ ചോദിച്ചു എവിടെയാണ് 3-ാമത്തെ അടിയെന്ന്. അപ്പോഴേക്കും മഹാബലി കെട്ടിയിട്ടു എന്നൊക്കെയാണല്ലോ കഥ. അങ്ങനെ 3-ാമത്തെ അടി വെക്കാൻ നേരത്തെ അദ്ദേഹം പറഞ്ഞു, കുരുമേ ശീഷ്ണിമേ നിജം, എൻ്റെ
ശിരസിൽ വെക്കൂ. അങ്ങനെ പാദം കാല് ശിരസിൽ വെച്ച് മഹാബലിയെ എന്ത് ചെയ്തു? പാതാളത്തിലേക്ക് താഴ്ത്തിയോ? നന്നായത്, നിങ്ങൾ നന്നായി പോയി. ഭാഗവതത്തിൽ അങ്ങനെ ഒരു കഥയില്ലേ? ഭാഗവതത്തിൽ പറയുന്നത് എന്താണ് ഞാൻ ചെയ്യുന്നത്? ഭഗവാൻ പറയാണ്, ഞാൻ ഈ മഹാബലിയെ അനുഗൃഹാമി എന്നാണ് വാക്ക്. നിഗ്രഹിക്കുന്നു എന്നല്ല, എന്താണ്? അനുഗ്രഹിക്കുന്നു. ആരെങ്കിലും തലയിൽ കാല് വെച്ച് അനുഗ്രഹിക്കുമോ? യെസ്, എല്ലാവരും കയ്യേ വെക്കാറുള്ളൂ. പക്ഷെ ഞാൻ കാലുകൊണ്ട് അനുഗ്രഹിക്കുന്നതിന് കാരണം എന്തെല്ലാം പരീക്ഷണങ്ങൾ ഞാൻ ചെയ്തിട്ടും നാദിബ്രീഡേ നജവ്യതേ, മാനസികമായി തളർന്നില്ല, തകർന്നില്ല. അപ്പം ആരെയാണ് ഭഗവാൻ അനുഗ്രഹിക്കുക? ആരാണോ മാനസികമായി തളരാത്ത, തകരാത്ത. അതുകൊണ്ട് ഞാൻ ഇവനെ അനുഗ്രഹിച്ച് എങ്ങോട്ടാ പറഞ്ഞേക്കുന്നത്? സുതലം സ്വർഗ്ഗവിപ്രാർത്ഥ്യം. പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി സീരിയലുകാർ പറഞ്ഞാൽ നിങ്ങൾ അവരെ ഓടിച്ചു കൊള്ളണം. ഒരു ടി വിക്കാരെയും പറയാൻ സമ്മതിക്കരുത്. ഒരു എന്താ പറയുക, നമ്മുടെ അസോസിയേഷനിലും പറയാൻ സമ്മതിക്കരുത്. ഒരു പത്രത്തിലും എഴുതാൻ സമ്മതിക്കരുത്. മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി എന്ന് എവിടെയും എഴുതി വെച്ചിട്ടില്ല. പറഞ്ഞു വച്ചിരിക്കുന്നത് എവിടെയാണ്? സുതലത്തിലേക്ക് പറഞ്ഞയച്ചു എന്നാണ്. അങ്ങനെ ഈ കഥ പറഞ്ഞ് ഉപസംഹരിപ്പിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കഥയുടെ തത്വം അതുകൂടി പറഞ്ഞു നിർത്താം. മഹാബലി എന്ന് പറഞ്ഞാൽ 3 ബലി ചെയ്തവൻ. അതാണ് ഈ 3 അടി. ഏതാണ് ഈ 3 അടി? ഒന്നാമത്തെ അടി എന്ന് പറയുന്നത് നമ്മളിലെ സ്വാർത്ഥത, എടുത്തു വയ്ക്കുന്ന പ്രവണത. അത് പങ്കുവെച്ച് തന്നെ നമ്മൾ പരിശീലിക്കണം. നിങ്ങൾ കൊടുക്കുമ്പോഴേ നാളെ നിങ്ങളെയും ആരെങ്കിലുമൊക്കെ സഹായിക്കാൻ ഉണ്ടാവുള്ളൂ. അതാണ് നമ്മളുണ്ടല്ലോ, എടുത്തു വെക്കുന്നത് കൊണ്ടാണ് പലരും നമ്മളെ നോക്കാത്തത്. നോക്കൂ, നിങ്ങൾ ചിലരൊക്കെ റോട്ടിൽ കിടന്നു, ആക്സിഡൻ്റായി, ആരും നോക്കാതെ രക്തം വാർന്നു. ചിലരെന്താ എല്ലാവരും നോക്കുന്നത്? ചിലവരെന്താ തിരിഞ്ഞു നോക്കാത്തത്? ഇതൊക്കെ നിങ്ങൾ കൊടുത്തു വെച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അത് പ്രകൃതിയുടെ നിയമമാണ്. ആക്ഷൻ ഉണ്ടോ റിയാക്ഷൻ ഉണ്ട്. അത് അങ്ങനെ സംഭവിച്ചേ പറ്റുള്ളൂ. അപ്പം അങ്ങനെ സ്വാർത്ഥത കൈവിട്ടു. അതുകൊണ്ടാണ് മഹാബലി നാടുവാണീടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ, കള്ളവുമില്ല, ചതിയുമില്ല, എള്ളോളമില്ല. ഇതൊക്കെ ഒന്ന് പറയാൻ തന്നെയേ പറ്റുള്ളൂ. പൊളി വചനം. ഇന്ന് പൊളിയും വചനവും അതൊക്കെ തന്നെയാണ്. അങ്ങനെ മഹാബലി സ്വാർത്ഥതയെ ബലി ചെയ്തു. രണ്ടാമത്തത്, അദ്ദേഹം അവിവേകത്തെ ബലി ചെയ്തു. എന്താണ് അവിവേകം? തൻ്റെ ഏറ്റവും വലിയ സമ്പത്തായി കണ്ടത് തൻ്റെ സ്വന്തം മനസ്സിനെയാണ്. ബാക്കിയുള്ള സമ്പത്ത് പോയിട്ടും അദ്ദേഹം മനസ്സിനെ തളരാൻ അനുവദിച്ചില്ല. അപ്പം വിവേകം എന്ന് പറയുന്നത് സ്വന്തം മനസ്സിനെ തളരാൻ അനുവദിക്കാത്ത സംസ്കാരമാണ്. പലരും വിവേകമുള്ളവരല്ല. എന്തെങ്കിലും സമ്പത്ത് പോകുമ്പോഴേക്കും അവർ മാനസികമായി തളരുന്നു. അത് അവിവേകമാണ്. ശരിയാണോ? ഏറ്റവും വലിയ സമ്പത്ത് നാം നേടിയെടുക്കുന്ന സമ്പത്താണോ മനസ്സാണോ? നഷ്ടപ്പെട്ടതൊക്കെ വീണ്ടും തിരിച്ചെടുക്കാൻ സാധിക്കും. രാഷ്ട്രീയം തന്നെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. 5 കൊല്ലം ഭരണം പോയാൽ വീണ്ടും അവർ തിരിച്ചെടുക്കും. കേരളത്തിൽ പ്രത്യേകിച്ചും 5 കൊല്ലം കഴിഞ്ഞാൽ മാറിക്കൊണ്ടിരിക്കും. ഉണ്ടോ ഇല്ലയോ? തിരിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ മനസ്സ് തകർന്നു പോയാൽ അതിനെ എളുപ്പം തിരിച്ചെടുക്കാൻ പറ്റുമോ? ഉണ്ടോ ഇല്ലയോ? അപ്പോൾ ഏറ്റവും വലിയ സമ്പത്ത് ഏതാ? മനസ്സ്. അത് തളരാൻ അനുവദിക്കാത്ത വിവേകശാലിയായ മഹാനാണ് മഹാബലി. ശരിയല്ലേ? മൂന്നാമത്തതാണ് അജ്ഞാനം. അദ്ദേഹം ബലി ചെയ്തു. എന്താണ് അജ്ഞാനം? തൻ്റെ സമ്പത്ത് തകർന്നു പോയി, നഷ്ടപ്പെട്ടിട്ട് പുറകോട്ട് നോക്കി ദുഃഖിക്കാനല്ല അദ്ദേഹം ശ്രമിച്ചത്. തൻ്റെ മനസ്സിനെ ഭഗവത് പാദത്തിൽ അർപ്പിച്ചു. എന്ന് പറഞ്ഞാൽ ഇനി എനിക്ക് എന്ത് നേടാൻ പറ്റുന്നതാണ്? ഭഗവത് പാദം നേടാലോ? ഭഗവത് പാദം നേടാൻ പറ്റുമല്ലോ. അപ്പം നേടേണ്ടത് എന്ത്, നഷ്ടപ്പെട്ടതെന്ത് എന്നതല്ല. പലരും ജീവിതമുണ്ടല്ലോ, മാനസികമായി അവർ തളരില്ലെങ്കിലും കഴിഞ്ഞു പോയതിനെ തന്നെ ഓർത്ത് അവർ ജീവിതം കഴിക്കും. കഴിഞ്ഞു പോയതിനെ ഓർത്ത് ജീവിതം കഴിക്കാതെ ഇനി നേടാൻ എന്തുണ്ട് എന്ന് ചിന്തിച്ച് മനസ്സിനെ ഭഗവത് പാദത്തിൽ അർപ്പിച്ച് ഒരു വിജ്ഞാനം കാണിച്ച മഹാനാണ് മഹാബലി. അപ്പം ഈ 3 ബലികളാണ് ചെയ്യേണ്ടത്. എന്തൊക്കെയാണ്? സ്വാർത്ഥത, അവിവേകം, അജ്ഞാനം. ഇത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണേ. വാമനൻ എന്ന് പറഞ്ഞാൽ കാലം എന്നാണ് അർത്ഥം.
2 അടി എന്നും അളന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നും വാമനൻ നമ്മെ ഓരോരുത്തരെ അളക്കുന്നുണ്ട്. പകൽ 1 അടിയും രാത്രി 1 അടിയും. ഉണ്ടോ 2 അടി? സുഖം 1 അടിയും ദുഃഖം 2. ഇങ്ങനെ 2 അടികളെ അളക്കാനുള്ളൂ. ഇതിൽ തളരുന്നവർ, ആ വ്യക്തികൾ, അവർക്ക് 3-ാമത്തെ അടി നഷ്ടപ്പെടും. 3-ാമത്തെ അടി എന്ന് പറഞ്ഞാൽ ബഹുമാനമാണ്. തളരുന്നവരൊക്കെ അപമാനിതരാണ്. തളരാത്തവർ എന്നും സമൂഹത്തിൽ പറയൂ ബഹുമാനിതരാണ്. അപ്പം മഹാബലിയുടെ ശിരസിൽ 3-ാമത്തെ അടി ഭഗവാൻ വയ്ക്കുമ്പോൾ അത് മഹാബലിയെ അപമാനിക്കാനല്ല, അത് മഹാബലിയെ ബഹുമാനിക്കാൻ. അപ്പം നമ്മൾ എന്ത് മനസ്സിലാക്കണം? കാലപരീക്ഷണത്തിൽ ആര് തളരുന്നില്ലയോ അവരെ കാലം എന്നും അവരെ ബഹുമാനിക്കും. കാലപരീക്ഷണത്തിൽ തളരുന്നുണ്ടോ കാലം അവരെ, സമൂഹം അവരെ അപമാനിക്കും. നിങ്ങൾ തീരുമാനിക്കൂ, സുതലം വേണോ പാതാളം വേണോ? പാതാളം എന്നത് അപമാനത്തിൻ്റെയാണ്, സുതലം എന്നാൽ ബഹുമാനത്തിൻ്റെതാണ്. മനസ്സിലാവുണ്ടോ? ഇതൊരു കഥയല്ല, ഇത് ജീവിതമാണ്.